അപ്പോൾ തുടങ്ങാം. ഇത് ഞാൻ തുടങ്ങാമെന്ന് പറയണത് ആദ്യത്തെ ഹാഫ് ആൻ അവർ വീഡിയോ എടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത രണ്ടാമത്തെ വീഡിയോ എടുക്കുള്ളൂ. അതാണ് ഈ വന്നിട്ട് ഫ്ലോ. അപ്പോൾ ഓരോ വീഡിയോ ഏതാണ്ട് അരമണിക്കൂർ എടുക്കുള്ളൂ കേട്ടോ. പിന്നെ ഈ 2 മണിക്കൂർ വീഡിയോ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുനടന്നതെന്ന് എനിക്കറിയില്ല. 2 മണിക്കൂർ ഒറ്റ സ്ട്രെച്ച് ഒരാൾക്കും വീഡിയോ ഇരുന്ന് മൊത്തം കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് അങ്ങനെ ഞാൻ പറയുള്ളൂ. പക്ഷേ ഒരു ദിവസത്തിൽ 1 ഡേനുള്ളിൽ ആ വീഡിയോ കണ്ടിരിക്കുക കേട്ടല്ലോ. അപ്പോൾ സോ ദാറ്റ് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോഴത്തേക്ക് തറവായിരിക്കും. ഓക്കെ. അപ്പോൾ അന്നത്തെ ദിവസം ഈ 2 മണിക്കൂർ വീഡിയോ അറ്റ സ്ട്രെച്ച് കാണേണ്ട ആവശ്യമില്ല. എൻ്റെ ഫിസിക്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അങ്ങനെ കാണണ്ട, പഠിക്കുകയും വേണ്ട. വെച്ച് കഴിഞ്ഞാൽ തലയിലൊന്നും കയറാൻ പോകില്ല. ഓടി വന്നാൽ ആ അറ്റ സ്ട്രെച്ചിൽ ആദ്യത്തെ 15 മിനിറ്റ് അങ്ങനെ തലയിൽ കയറുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ 15 മിനിറ്റായിട്ട് സ്ലോട്ടാക്കിയിട്ട് കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ആടെ ചുറ്റി കിടന്നിട്ട് ഇത് വീണ്ടും പുറത്തല്ല പോകാൻ പറയണേ. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് അടുത്ത സെക്ഷൻ കണ്ടാൽ മതി. ഫിസിക്സ് ബാക്കിയുള്ള സബ്ജക്റ്റ് ടീച്ചേഴ്സ് അവർ പറയണ മാതിരി ചെയ്തു കേട്ടോ. എനിവേസ് നമുക്ക് 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതിൽ കുറച്ച് കഥകളിയൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് അത് കിട്ടിയിട്ടുണ്ടാവേണ്ടതാണ്. റൈറ്റ് ഹാൻഡ് റൂളൊക്കെ അറിയേണ്ടതാണ്. ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത്. എനിവേസ് 29th ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കട്ടോ. അതേമാതിരി ചിലപ്പോൾ വീഡിയോയിലേ ഇത് ഫോട്ടോ എടുക്കുന്നത് ക്ലിയർ ആയിട്ടില്ലായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഞാനെടുത്ത ശ്രദ്ധിക്ക് ഇത് ക്ലിയർ ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ വരുമ്പോൾ ബ്ലറായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് മിക്ക ക്വസ്റ്റ്യൻസും ഐ വുഡ് റീഡ് ഇറ്റ് റൈറ്റ്. സോ 29th ക്വസ്റ്റ്യൻ പറയണത് an electron moves on a straight line path XY. ഉണ്ട് XY ഡയറക്ഷനിൽ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്. ഈ ഡയറക്ഷനിൽ സ്ട്രൈറ്റ് ആണ് കേട്ടോ ഉദ്ദേശിച്ചത്, വരച്ചപ്പോൾ ചെരിഞ്ഞു പോയതാണ്. അപ്പോൾ ഒരു ABCD ഈസ് എ കോയിൽ അഡ്ജസ്റ്റഡ് ടു ദ പാത്ത് ഓഫ് ഇലക്ട്രോൺ. സൈഡിലായിട്ട് കിടക്കുന്നുണ്ട്. വാട്ട് വിൽ ബി ദ ഡിറക്ഷൻ ഓഫ് കറണ്ട് ഇഫ് എനി ഇൻഡ്യൂസ്ഡ് ഇൻ ദ കോയിൽ. നോക്ക്, ഈ ഒരു കാര്യം അറിയാമല്ലോ. ഇതൊരു കോയിലാണ്. ഇതിൻ്റെ അടി ഇങ്ങനെ ഒരു കറണ്ട്. ഇപ്പോൾ സപ്പോസ് ഈ ചോദ്യത്തിൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സപ്പോസ് ഇതൊരു റോഡായെന്ന് വിചാരിക്കാം. വേണ്ട, നമുക്ക് നേരെ വരയ്ക്കാം. ഇതെടുത്ത് കളയട്ടോ. അതെ, ഇങ്ങനൊരു കോയിലാണെന്ന് വിചാരിക്കട്ടോ. ഇതിൻ്റെ അടുത്ത് ഞാൻ ഒരു കറണ്ട് ക്യാരിങ് കേട്ടോ. ഇത് റോഡാണ്. അതിൽ കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ഈ മുകളിലേക്ക് കാണിക്കുന്നത് റൈറ്റ്. ഇതാണ് കറണ്ട്. അത് ഈ ബാറിലുള്ളതോ അല്ലെങ്കിൽ ഈ കണ്ടക്ടറിലുള്ളതോ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കോയിൽ 1-ലുണ്ടാകുമ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡയറക്ഷൻ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ചെയ്യുക? ഇത് കഴിഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് തീർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാലും ഇഫ് യു ആർ ഇങ്ങനെയൊക്കെ വരുമ്പോൾ വീഡിയോ പോസ് ചെയ്യുക. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ ആൻസർ പേപ്പറിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയമൊക്കെ മതി. എങ്ങനെയത് ചെയ്യാം? ആദ്യം ഇതാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്കിൽ what will be the direction of magnetic field due to this current carrying wire? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എടുക്കുക? എങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കിട്ടുക എന്നുള്ളതാണ് ഈ ക്ലിപ്പിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. യു ക്യാൻ സീ ദറ്റ് ഇൻ ദ ഫോട്ടോഗ്രാഫ് റൈറ്റ്. അപ്പോൾ കണ്ടോ, അപ്പോൾ തമ്പിൻ്റെ ഡയറക്ഷൻ എങ്ങനെ? കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിൽ അല്ലേ? ഈ കോയിലുള്ള കറണ്ടിൻ്റെ സെയിം ഡയറക്ഷനിൽ തമ്പ് വയ്ക്കുക. അപ്പോൾ ഫിംഗേഴ്സ് എങ്ങോട്ട് ടേൺ ചെയ്തിരിക്കണേ? ഇങ്ങനെ അല്ലേ? ഇങ്ങനെയല്ലേ ടേൺ ചെയ്തിരിക്കണേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇതൊരു പ്ലെയിൻ പേപ്പർ ആണെങ്കിൽ അല്ലേ, ഈ മാഗ്നറ്റിക് ഫീൽഡ് താഴേന്ന് മുകളിലേക്ക് വരണം അല്ലേ? ഇങ്ങനെ താഴേന്ന് മുകളിലേക്ക് വന്നിട്ട് പിന്നെ ഇങ്ങനെ പോകണം അല്ലേ? അപ്പോൾ കോയിലിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ ഒന്ന് ഞാൻ കളേഴ്സൊക്കെ മാറ്റാണ് കേട്ടോ. വരച്ച കുന്തങ്ങളൊക്കെ മാറ്റട്ടെ. ഈ ഫിഗർ നമുക്ക് എവിടെയെങ്കിലും ഒപ്പിക്കാം. ഓക്കെ. അപ്പോൾ കോയിലിൻ്റെ കാഴ്ചപ്പാടിൽ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണം വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? ടുവേർഡ്സ് അവർ ഫേസ്, നമ്മുടെ മുഖത്തോട്ടാണ് വരുന്നത് അല്ലേ? അപ്പോൾ അതിനെ ഞാനിങ്ങനെ വരയ്ക്കാം. ഇങ്ങനെ കുത്തല്ലേ? ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ? അപ്പോൾ കറണ്ട് നന്നായി കൂടിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം അല്ലേ? കറണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. IS ഇൻക്രീസിങ് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ നേച്ചർ എന്തായിരിക്കും? സപ്പോസ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഇസ് I'. ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഷുഡ് ബി സച്ച് ദാറ്റ് ഇറ്റ് ഓപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ഇറ്റ് അല്ലേ? ലെൻസസ് ലോ. ഈ I' ഉണ്ടാക്കിയത് ആരാ? ഈ മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ? ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എൻ്റെ മുഖത്തോട്ട് അല്ലേ? അപ്പോൾ ഈ I' കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന് ഞാൻ B' അല്ലേ? ഇൻഡ്യൂസ്ഡ് കറണ്ട് കാരണം ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ B' നേച്ചർ എന്തായിരിക്കണം? ഇതിനെ ഓപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. ആരാണോ I' ഉണ്ടാക്കി അയാൾ. അത് ഈ ഡോട്ടല്ലേ?
അപ്പോൾ ഇത് മുഖത്തോട്ടല്ലേ വന്നിരുന്നത്. അപ്പോൾ ബി ഡാഷ് ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബി ഡാഷിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? ഇൻറ്റു ആയിരിക്കണം അല്ലേ? അപ്പോൾ ബി ഡാഷിൻ്റെ ഡയറക്ഷൻ ഇൻറ്റു അല്ലേ? അങ്ങനെയാണെങ്കിൽ അഗെയിൻ റൈറ്റ് ഹാൻഡ് എടുക്കുക. എൻ്റെ തമ്പ് താഴോട്ട് നിർത്തുകയാണെങ്കിൽ, എൻ്റെ എല്ലാ വിരലുകൾ താഴോട്ട് നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ ഉള്ളിലേക്കായിരിക്കണം തമ്പ് നിൽക്കേണ്ടത്. പ്ലെയിനിൻ്റെ ഉള്ളിലേക്ക് തമ്പ് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഫിംഗേഴ്സ് എങ്ങോട്ടാ കർവ് ചെയ്യുക? ഇങ്ങനെ അല്ലേ? അപ്പോൾ ഇതാണ് ഐ ഡാഷിൻ്റെ ഡിറക്ഷൻ. ദാറ്റ് ഈസ് ദ ഡിറക്ഷൻ ഓഫ് ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ എന്താ? ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ലേ? ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. ഇനി വേറെ ഇത് പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ കറണ്ട് ക്യാരിയും കണ്ടക്ടറിനാണ്. ഇതെങ്ങനെയാണ്? ഇതേമാതിരി കോയിൽ ഇവിടെ വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൈ വയ്ക്കണം, റൈറ്റ് ഹാൻഡ് എടുക്കുക, ഈ കറണ്ടിൻ്റെ ഡയറക്ഷനിലേക്ക് തമ്പിനെ വയ്ക്കുക അല്ലേ? തമ്പിനെ വയ്ക്കുമ്പോൾ എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് അങ്ങനെ ഇൻറ്റു ആയിട്ട് വരും. അപ്പോൾ ഇൻറ്റു ഫീൽഡിലാണ് നമ്മുടെ കോയിൽ ഇരിക്കണം അല്ലേ? അപ്പോൾ ഈ ഇൻറ്റു ഫീൽഡ് കാരണം എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തിലുണ്ടാവും? കോയിലുണ്ടാവും. അത് ഐ ഡാഷ് എന്ന് വിചാരിക്കുക. ഈ കറണ്ട് ഐ ആണ് കേട്ടോ. ഈ ഐ ഡാഷ് എന്ത് ചെയ്യണം? അതൊരു ബി ഡാഷ് ഉണ്ടാക്കും മാഗ്നറ്റിക് ഫീൽഡ്. ഐ ഡാഷ് ഒപ്പോസസ് ദ കോസ് പ്രൊഡ്യൂസിങ് ആയിട്ട്. അതായത് ഐ ഡാഷ് നേരിട്ട് അങ്ങോട്ട് ഒപ്പോസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം എനിക്ക് പറയാം ഐ ഡാഷ് കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? ഇറ്റ് ഒപ്പോസസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഫീൽഡ്. ഒറിജിനൽ ഫീൽഡ് ഇതല്ലേ? ഇതെങ്ങോട്ട് വരുന്നത്? ഉള്ളിലേക്കല്ലേ? അപ്പോൾ അതിനെ ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ട് വരണം? ഉള്ളിലേക്കാണെങ്കിൽ എൻ്റെ മുഖത്തോട്ട് വരണം അല്ലേ? അപ്പോൾ ബി ഡാഷിൻ്റെ ഡയറക്ഷൻ വേറെ കളർ എടുക്കണോ? ബി ഡയറക്ഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, എൻ്റെ ഫേസിലേക്കാണ് വരുന്നത്. കുത്ത് 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 റൈറ്റ്. അങ്ങനെ കുത്ത്, അതായത് ബി ഡാഷ് ഇപ്പോൾ എൻ്റെ മുഖത്തോട്ടാണ്. അപ്പോൾ അല്ലേ? അപ്പോൾ ബി ഡാഷ് ഉണ്ടാക്കി കറണ്ടിൻ്റെ ഡയറക്ഷൻ എനിക്ക് കിട്ടണ്ടേ? അതിനെന്ത് ചെയ്യണം? ബി ഡാഷിൻ്റെ കയ്യിൽ, അപ്പോൾ ഉള്ളിലേക്കാണ് അല്ലേ? മുഖത്തോട്ടാണ്, സോറി. അപ്പോൾ മുഖത്തോട്ട് എൻ്റെ തമ്പിനെ വയ്ക്കുക. എൻ്റെ മുഖത്തേക്ക് തമ്പ് വരണം. അപ്പോൾ എനിക്ക് ഫിംഗേഴ്സ് ഇങ്ങോട്ട് തിരിയണമായിട്ട് കാണും, ഇങ്ങോട്ട്. അപ്പോൾ കറണ്ട് ഐ ഡാഷിൻ്റെ ഡയറക്ഷൻ എന്താട്ട്? ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ നേച്ചർ. കുറച്ച് ബുദ്ധിമുട്ടാണ് എനിക്കറിയാം. സ്വതവേ സ്വന്തം വിരലുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യാം. ബിക്കോസ് ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണാവുന്ന. ഇപ്പോൾ വേണമെങ്കിൽ വീഡിയോ ക്ലിപ്പുമായിരുന്നു ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ബാക്ക് ക്യാമറ, ബാക്ക്ഗ്രൗണ്ട് നോക്കരുത് കേട്ടോ. നോക്കി, ഈ ഡയറക്ഷനിൽ ഇപ്പോൾ കറണ്ട് ഈ താഴോട്ടല്ലേ വന്നത്? കറണ്ട് താഴോട്ടാണെങ്കിൽ ഫിംഗേഴ്സ് ഇങ്ങനെയാണ് വന്നതല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് കറണ്ട് ഫിംഗേഴ്സ് താഴോട്ട് പോകണമെങ്കിൽ ഫീൽഡ് ഇങ്ങോട്ട്, കറണ്ട് ക്യാരിങ് വയർ കാരണം ഫീൽഡ് ഇങ്ങോട്ട് ഉള്ളിലോട്ട്. അപ്പോൾ ഞാൻ ക്രോസ് വരച്ചു അല്ലേ? അപ്പോൾ അവിടെ ഒരു കോയിൽ ഇരിക്കുന്നുണ്ടല്ലോ. കോയിൽ എന്തുണ്ടാവും? ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവും. അതിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഈ ഇൻഡ്യൂസ്ഡ് കാരണം എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അതിന് ഞാൻ ഇൻഡ്യൂസ്ഡ് ഫീൽഡ് എന്ന് പറയാനായിട്ട് ബി ഡാഷ്ഡാണ് അല്ലേ? ഈ ബി ഡാഷ് എന്ത് ചെയ്യണ്ടേ? കാരണക്കാരൻ ആരാണ്? കാരണക്കാരൻ ബി ആണ്. കാരണക്കാരൻ കറണ്ട് ഉണ്ടാവാനും ഈ ബി ഡാഷ് ഉണ്ടാവാനും. അയാൾ ഒപ്പോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? ബി ഡാഷിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? മുകളിലോട്ട് അല്ലേ? അപ്പോൾ ആ മുകളിലോട്ട് തമ്പ് കാണിച്ച് എൻ്റെ വിരൽ, അപ്പം ബി ഡാഷിൻ്റെ ഡയറക്ഷൻ കിട്ടി. അപ്പോൾ ഐ ഡാഷിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ. അതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലിയർ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. പ്രോബ്ലത്തിലേക്ക് പോകാട്ടോ. ആദ്യ പ്രാവശ്യം ഒന്ന് കേൾക്കുമ്പോൾ അത്ര എളുപ്പത്തിൽ കിട്ടുന്നില്ല. നമുക്ക് ചിതേമാത്ത ക്വസ്റ്റ്യൻസ് കുറേ ചെയ്യാം. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഐഡിയ കിട്ടും. വേറെ കളർ എടുക്കാം. ഈ കറുപ്പ് കണ്ട് മടുത്തു. അപ്പോൾ നോക്കിയേ, നമുക്ക് കോയിൽ വന്നിട്ടുണ്ടല്ലോ ABCD ഇലക്ട്രോൺ ഉണ്ടല്ലേ? അപ്പോൾ നോക്കിയേ, ഇലക്ട്രോൺ ഇവിടേക്ക് വരുംതോറും അടുത്തടുത്ത് വരും അല്ലേ? ഇത്ര പോകുമ്പോൾ ദൂരെ പോവാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷൻ എടുക്കാം. റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിൽ. അതിൽ ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും അല്ലേ? ഇലക്ട്രോൺ എപ്പോഴും എന്നാൽ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് വരിക അല്ലേ? അപ്പോൾ കറണ്ട് എവിടെ നിന്നാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അല്ലേ? ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങളല്ലേ? അപ്പോൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇപ്പോൾ എനിക്ക് കിട്ടി ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ എങ്ങനെ ഇനി ചെയ്യേണ്ടത്? തമ്പിനെ ഇനി ഈ ഡയറക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അല്ലേ, എല്ലാ ഫിംഗേഴ്സും ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോവും. എൻ്റെ കൈയൊക്കെ വൃത്തികേടായിട്ട് തോന്നും, എന്നാലും ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയാൽ മതി. കിട്ടിയല്ലോ കാര്യം. അപ്പോൾ യുവർ ഫിംഗേഴ്സ് വിൽ ബി ഇൻ ടു ഹിയർ. അപ്പോൾ ഇൻ ടുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പോൾ ഈ കോയിലിരിക്കുന്നത് ഒരു ഇൻ ടു മാഗ്നറ്റിക് ഫീൽഡിലാണ്. കിട്ടിയോ? അപ്പോൾ ഇലക്ട്രോൺ ഫീൽഡ്
ഇവിടെ നന്നായി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ കറണ്ട് ഈസ് ഇൻക്രീസിങ് ഫസ്റ്റ് അല്ലേ, കോയിലിൻ്റെ അടുത്തേക്ക് വരുന്നു, പിന്നെ കറണ്ട് ഡിക്രീസ് ചെയ്യണം അല്ലേ. ഇലക്ട്രോൺ ഫ്ലോ നോക്കുമ്പോൾ ഇലക്ട്രോൺ അടുത്തേക്ക് വരുന്നു, പിന്നെ ഇലക്ട്രോൺ ദൂരെ പോകുന്നു. അതേമാതിരി അപ്പോൾ എനിക്ക് പറയാം കറണ്ട് ഫസ്റ്റ് ഈസ് ഇൻക്രീസിങ് ദെൻ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ക്ലിയർ അല്ലേ. ഇനി അപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എങ്ങനെയായിരിക്കും? അപ്പോൾ ആദ്യം കറണ്ട് ഇൻക്രീസിങ് ആണെന്ന് വിചാരിക്കുക അല്ലേ. വിചാരിക്കല്ല, കറണ്ട് ഇൻക്രീസിങ് ആണ് കേസിൽ. അപ്പോൾ കറണ്ട് ഇൻക്രീസിങ് ആണെങ്കിൽ ഈ ഫീൽഡ് സ്ട്രോങ് ആണല്ലേ. അപ്പോൾ ഫീൽഡിനെ ഒപ്പോസ് ചെയ്യണ രീതിയിലുള്ള ഫീൽഡ് ആയിരിക്കണം ആര് ഈ കോയിൽ ഉണ്ടാക്കേണ്ടത് അല്ലേ. അപ്പോൾ ഒപ്പോസ് ചെയ്യണ ഫീൽഡ് ഞാൻ ബി ഡാഷ് എന്ന് വെറുതെ പറഞ്ഞു. അതെങ്ങനെ ഒപ്പോസ് ചെയ്യുക? ഒപ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ എതിർത്ത് നിൽക്കുക അല്ലേ. അപ്പോൾ ഇതിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ ബി ഡാഷിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? കുത്ത് അല്ലേ അല്ലേ. അപ്പോൾ കുത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ടുവേർഡ്സ് യുവർ ഫേസ്. കുത്തായിട്ട് കാണുന്നു വിചാരിക്കുന്നു, ഡോട്ടായിട്ട് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഡോട്ട് ഈസ് ടുവേർഡ്സ് യുവർ ഫേസ്. അപ്പോൾ ഈ ഡോട്ട്സ് നിങ്ങളുടെ ഫേസിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ തമ്പ് വയ്ക്കണം? തമ്പ് നമ്മുടെ മുഖത്തോട്ട് വെച്ച് ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങോട്ടേ വരിക്കണേ അല്ലേ. അപ്പോൾ ഈ ഡയറക്ഷനിലല്ലേ സുഖം. അപ്പോൾ കറണ്ട് ആദ്യം എന്ത് ഡയറക്ഷനിലാണ് വരുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അല്ലേ. സോ ഫസ്റ്റ് ഇൻഡ്യൂസ്ഡ് കറണ്ട് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ്. എപ്പോഴായിരുന്നു ഇത്? നമ്മുടെ കറണ്ട് ആദ്യം കൂടുതലായിരുന്നു, അപ്പോൾ ഇത് കറണ്ട് ഹൈ ആയിരുന്നു അപ്പോൾ അല്ലേ. ക്ലിയർ ആവുണ്ടല്ലോ. ഇനി നോക്കിയിട്ട് രസം വരാൻ പോകണുള്ളൂ. ഇനി നമ്മൾ പറയണത് എന്താ? കറണ്ട് കുറഞ്ഞു വരാൻ പോവാ അല്ലേ. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ അയ്യോടാ അതൊക്കെ പോവും സാറില്ല, കറണ്ട് ഡയറക്ഷനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി കറണ്ട് ഡിക്രീസ് ആവുകയാണ് അല്ലേ. സോ കറണ്ടിന് ഡിക്രീസിന് ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണോ കാര്യം? കറണ്ടിന് ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കണം, നിർത്തണം. അല്ലെങ്കിൽ എനിക്ക് പറയണം എന്താ? ഡിക്രീസ് ആവുന്നതിനെ തലതിരിച്ചിട്ട് കറണ്ടിനെ കൂട്ടണം. കറണ്ട് ഹാസ് ടു ഇൻക്രീസ്, റൈറ്റ്. കറണ്ട് ഹാസ് ടു ഇൻക്രീസിന് അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഫീൽഡ് ഡ്യൂ ടു കറണ്ട് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് അല്ലേ. ചുരുക്കതല്ലേ അർത്ഥം അല്ലേ. ആരാണോ കാരണക്കാരൻ അയാളെ കൂട്ടണം. അയാൾ കുറയായിരുന്നു, കറണ്ട് കുറയും. നോക്കി, കറണ്ട് കുറയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ഫീൽഡ് കുറയില്ലേ. അപ്പോൾ ഫീൽഡ് കുറയാൻ പാടില്ല, അതല്ല ഒപ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫീൽഡ് കുറയാൻ പാടില്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ പോണ പുതിയ ഫീൽഡ് എങ്ങനെയായിരിക്കണം? ഉള്ളതിനെ ശക്തിപ്പെടുത്തണം അല്ലേ. അപ്പോൾ ബി ഡാഷും എന്ത് തന്നെയായിരിക്കും? വിൽ ബി ഇൻ ടു ഇറ്റ് സെൽഫ് അല്ലേ. എന്നാലും ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ബി കുറയായിരുന്നു, സമ്മതിക്കരുത്. അതായത് ഒരു പാത്രത്തിൽ വെള്ളം കുറവായിരുന്നു, കൂടുതൽ വേണമെങ്കിൽ എന്ത് ചെയ്യണം? ഇനി വെള്ളം ഒഴിക്കണം അല്ലേ. സിമിലർലി ബി കുറയായിരുന്നു, യു ഷുഡൻറ്റ് അലൗ ഇറ്റ്. സോ ദ ന്യൂ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഷുഡ് ബി ഇൻ ടു ഡയറക്ഷൻ ഇറ്റ് സെൽഫ്. അപ്പോൾ തമ്പ് എങ്ങോട്ട് വയ്ക്കണം? പ്ലെയിൻ്റെ ഉള്ളിലേക്ക്, റൈറ്റ്, എവേ ഫ്രം യുവർ ഫേസ്. അപ്പോൾ മറ്റുള്ള ഫിംഗേഴ്സ് എങ്ങോട്ട് തിരിയുക? എങ്ങനെ തിരിയും അല്ലേ. അപ്പോൾ കറണ്ട് ഇപ്പോൾ ഏത് ഡയറക്ഷനില്ല? ഇറ്റ് ഈസ് ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ലേ. അപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞുകൂടെ? ആദ്യം കറണ്ട് ഇൻക്രീസ് ചെയ്തിരുന്നപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് വാസ് ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ലേ. കറണ്ട് ഡിക്രീസ് ചെയ്തിരുന്നപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് വാസ് ഇൻ ക്ലോക്ക് വൈസ് ഡിറക്ഷൻ. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഓപ്ഷൻ നോക്കിയേ, ഏത് ഓപ്ഷനാണ് വരിക? കണ്ടാ, കറണ്ട് വിൽ റിവേഴ്സ് ഇറ്റ്സ് ഡിറക്ഷൻ ആസ് ദ ഇലക്ട്രോൺ ഗോസ് പാസ് ദ കോയിൽ. അപ്പോൾ ഓപ്ഷൻ എ. ക്ലിയർ ആവുണ്ടെന്ന് വിചാരിക്കുന്നത്. എളുപ്പമല്ലേ? ഇതാ ലോജിക്ക് മനസ്സിലാക്കി എടുക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്നും എടുത്ത് കളയട്ടെ. ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതാൻ വേണ്ടിയിട്ടാട്ടോ. ആൻഡ് സീ ഗൈസ്, ഇഫ് യു ഫീൽ ദാറ്റ് ഐ എം ബാബ്ലിങ്, നിങ്ങൾക്ക് സംസാരമൊന്നും വേണ്ട, ജസ്റ്റ് ക്ലാസ് എടുത്ത് പോയാൽ മതി എന്ന് വെച്ചാൽ അതും പറയണം. ബിക്കോസ് ഞാൻ മറ്റുള്ള പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ റോബോട്ടിക്കായിട്ട് തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. അവർക്ക് തോന്നരുത്, ആദ്യം ഞാൻ അങ്ങനെ എടുത്തിരുന്നത്. സോ ദേ വാണ്ടഡ് ടു ഹാവ് എ പ്രോപ്പർ കൺവെർസേഷൻ വൈൽ ഇൻ വീഡിയോ. അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് റോബോട്ടിക് മാതിരി വെറുതെ ക്ലാസ് എടുത്ത് പോയാൽ മതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഏത് ക്വസ്റ്റ്യനല്ലേ പോണേ? അത് എളുപ്പമാണ്. ഇത് നോക്കി നല്ല ക്വസ്റ്റ്യൻ, ഇതേമാതിരി ഡയറക്ഷൻ നോക്കണതാണ്.
33rd ക്വസ്റ്റ്യൻ ആണോ 34 എടുക്കണമെന്ന് നോക്കാൻ 33rd ക്വസ്റ്റ്യൻ എടുക്കാം. ഓക്കെ, സി നിങ്ങൾക്കൊരു യൂണിഫോം ദർ ഈസ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഡിറക്റ്റഡ് പെർപെൻഡിക്കുലർ ആൻഡ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇൻ ടു ദ പ്ലെയിൻ ഓഫ് പേപ്പർ, ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ്. റൈറ്റ്. ആൻ ഇറഗുലർ ഷേപ്ഡ് കണ്ടക്ടിങ് ലൂപ്പ് ഈസ് സ്ലോലി ചേഞ്ചിങ് ഇൻ ടു സർക്കുലർ ലൂപ്പ്. അതായത് ഒരു ഇറഗുലർ ഷേപ്പുള്ളൊരു ലൂപ്പ് ഉണ്ടായിരുന്നു, കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നല്ല ഉഗ്രം വട്ടമായിപ്പോയി, ഒരു സർക്കുലർ ലൂപ്പായിപ്പോയി. റൈറ്റ്, ഇൻ ദ പ്ലെയിൻ ഓഫ് പേപ്പർ. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ യു ആർ ആസ്ഡ് എന്താണ് ഓപ്ഷൻ? കറണ്ട് ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ലൂപ്പ് ഇൻ. ഓക്കെ, നിങ്ങൾക്ക് ഇതിലുണ്ടാകാൻ പോകണേ ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ ഈ ലൂപ്പ് വെച്ചപ്പോൾ ഇതിൻ്റെ സൈസ് കറക്റ്റ് അല്ലെങ്കിൽ ഷേപ്പ് സർക്കുലറായി. അങ്ങനെ വരുമ്പോൾ ഇതിൽ ഇൻഡ്യൂസ് ചെയ്ത കറണ്ടിൻ്റെ ഡയറക്ഷനാണ് ചോദ്യം. അപ്പോൾ എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലായല്ലോ, നമ്മുടെ സിനാരിയോ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ കോയിലിൻ്റെ ഷേപ്പ് വലുതാവുകയാണെങ്കിൽ എന്താ കൂടണേ? ഏരിയ കൂടുന്നു. ഏരിയ കൂടുമ്പോൾ എന്ത് കൂടി? മാഗ്നറ്റിക് ഫ്ലക്സ്, ഈ ലൂപ്പിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് അല്ലേ, ലിങ്ക്ഡ് വിത്ത് ദ ലൂപ്പ് ഇൻക്രീസസ് അല്ലേ, മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ ലൂപ്പ് ഇൻക്രീസസ്. അപ്പോൾ എന്താവും? ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്തായിരിക്കണം? അപ്പോൾ അല്ലേ, ആദ്യം ആകെ 4 ഈ ക്രോസുകൾ വന്നിരുന്നുള്ളൂ. ആദ്യം ഇനിയിപ്പോൾ എത്രയും ഇങ്ങനെ വലുതായെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 2 3 6 കയറി അല്ലേ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് കൂടി അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് കൂടിയെങ്കിൽ അതിന് ഒപ്പോസ് ചെയ്യണ രീതിയിലായിരിക്കണം കറണ്ട് ഉണ്ടാവേണ്ടത് അല്ലേ. അപ്പോൾ എന്ത്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. അപ്പോൾ ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ടുവേർഡ്സ് യുവർ ഫേസ് അല്ലേ, എന്നാലേ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോസ് ചെയ്യണമെങ്കിൽ ടുവേർഡ്സ് യുവർ ഫേസ് ആണെങ്കിൽ കറണ്ട് ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഇങ്ങനെ. റൈറ്റ്, ദിസ് ഈസ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഡിറക്ഷൻ. ക്ലിയർ? അപ്പോൾ എന്ത് ഡയറക്ഷനാണ് അത്? ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? എ. ക്ലിയർ ആവുന്നു വിചാരിക്കുന്നത്. റൈറ്റ്, ഇനി നമുക്ക് 34ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. റൈറ്റ്, അപ്പോൾ എന്താ പറയുന്നത്? ഒരു ചാർജ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഓഫ് റേഡിയസ് 6 cm. റൈറ്റ്, അപ്പോൾ റേഡിയസ് നമുക്ക് എത്ര ഉണ്ട്? r = 6 cm എന്ന് പറഞ്ഞാൽ 6 × 10⁻² മീറ്റർ. അപ്പോൾ തന്നെ കൺവേർട്ട് ചെയ്ത് വെച്ചോണം കേട്ടല്ലോ. റൈറ്റ്, വിത്ത് യൂണിഫോം സ്പീഡ് ഓഫ് 3 × 10⁶ m/s. സോ വെലോസിറ്റി ഈസ് 3 × 10⁶ m/s. റൈറ്റ്, അണ്ടർ ദ ആക്ഷൻ ഓഫ് എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ബി എന്ന് തന്നിട്ടുണ്ട്. ബി എത്ര തന്നിട്ടുള്ള? 2 × 10⁻⁻4 Wb/m². റൈറ്റ്, ഇനി എന്താ തന്നിട്ടുള്ളത്? അറ്റ് റൈറ്റ് ആംഗിൾ. വാട്ട് ഹാസ് ബീൻ ആസ്ക്ഡ് ഗൈസ്? നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് ചാർജ് ടു മാസ് റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഫോഴ്സ് ആണ് അല്ലേ. അപ്പോൾ സർക്കുലർ മോഷൻ ആണെങ്കിൽ അവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് mv²/r. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ ഫോഴ്സ് വിച്ച് ഈസ് എക്സേർട്ടഡ് ഓൺ എ സിംഗിൾ ചാർജ്. റൈറ്റ്, അതെന്താ ഓർമ്മണ്ട? QVB. റൈറ്റ്, QVB. ഇതൊക്കെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ, ഫോഴ്സ് ആക്ടിങ് ഓൺ എ സിംഗിൾ ചാർജ് എന്നൊക്കെ. റൈറ്റ്, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് Q/m എന്ന് എന്തായിട്ട് എഴുതാം? ക്യാൻ ബി റിട്ടൺ ആസ് V/BR അല്ലേ. അപ്പോൾ ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. ഇത് ഡിഫറെൻറ്റ് മീൻസ് ഇതുവരെ നിങ്ങൾ ചെയ്യാത്ത ക്വസ്റ്റൻ ആയതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ചെയ്തത്. സോ V എത്ര? വെലോസിറ്റി എത്ര? 3 × 10⁶. ബീൻ്റെ വാല്യൂ എത്ര? 2 × 10⁻⁻4. റൈറ്റ്, ആൻഡ് 6 × 10⁻⁻2 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് ഏതാണ്ട് 2.5 × 10⁻11 കൂളൂം പെർ കിലോഗ്രാം ആയിട്ട് കിട്ടണം. റൈറ്റ്, കാൽക്കുലേഷൻ നിങ്ങളുടെ കയ്യിൽ ബിക്കോസ് ഐ വിൽ ഗിവ് യു ദ കറക്റ്റ് ആൻസേഴ്സ്. അപ്പോൾ ക്രോസ് വിസ്താരം വരെ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കണം കേട്ടല്ലോ. ഓക്കെ, ഈ സാധനത്തിൽ താഴേക്ക് കൊണ്ടുവരണ്ടേ. അപ്പോൾ ഇനി നോക്കിയേ, ഇനി നമുക്ക് നെക്സ്റ്റ് ഷീറ്റിലേക്ക് നോക്കാം. അപ്പോൾ ലെറ്റ്സ് റിമൂവ് ദിസ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ സെക്ഷൻ നോക്കട്ടെ. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ചെയ്യാം അല്ലേ. നമുക്ക് ഇനി ഏതാ ക്വസ്റ്റ്യൻ നോക്കണ്ടേ? ഒരു 38ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു MRI കാണില്ലേ, അത് ചെയ്യാം. For MRI, a patient is slowly pushed in a time of 10 seconds. 10 സെക്കൻഡ്സിൽ അയാളെ ഉന്തുകയാണ്. വിത്തിൻ ദ കോയിൽസ് ഓഫ് എ കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കണം. MRI സ്കാനൊക്കെ ചെയ്തുള്ളവർക്ക് മനസ്സിലാവും. ഒരു ചെറിയൊരു ട്യൂബ് മാതിരി, വലിയൊരു ട്യൂബ്, ചെറുതല്ല, അതിൻ്റെ ഉള്ളിൽ കിടത്തിയിട്ട് നമ്മളങ്ങനെ അയക്കും. നല്ല എമൗണ്ടാണ്. ഇപ്പോൾ ഏതാണ്ട് ന്യൂസ് പേപ്പറിൽ കണ്ടു, MRI സ്കാൻ 50 രൂപയിൽ ചെയ്യുന്ന ആൾക്കാർ, മീൻസ് ഏതോ ഇൻസ്റ്റിറ്റ്യൂഷൻ വരാൻ പോകുന്നുണ്ട് ഇന്ത്യയിൽ. നല്ല കാര്യം. എനിവേസ്,
So for MRI, a patient is slowly pushed in a time of 10 seconds within the coils of the magnet where magnetic field is B is equal to 2 Tesla. അതായത് ആ MRI മെഷീൻ്റെ മാഗ്നറ്റിക് ഫീൽഡാണ് കേട്ടോ. If patient's trunk is 0.8 meter in circumference, അതായത് 2 pi r ആണ് തന്നിട്ടുള്ളത്. Right. The induced EMF around the patient's trunk is പേഷ്യൻറ്റിൻ്റെ മുകളിലുള്ള ഇൻഡ്യൂസ്ഡ് EMF. അപ്പോൾ നമുക്ക് തന്ന സാധനങ്ങളൊക്കെ ഒന്ന് എഴുതി നോക്കാമല്ലോ. അപ്പോൾ നമുക്ക് എന്താണെന്നില്ല, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് 10 സെക്കൻഡിൽ എത്രയാണ്? 2 ടെസ്ല എന്നുണ്ട് അല്ലേ. അപ്പോൾ EMF എന്താണെന്ന് നമുക്കറിയാലോ, d∅dt അല്ലേ. അപ്പോൾ ഈ ഫൈൻ എനിക്ക് എന്ത് എഴുതാം? ബിൻ്റെ നിങ്ങൾക്ക് ആംഗിൾസ് ഒന്നും പർട്ടിക്കുലറായിട്ട് പറഞ്ഞിട്ടില്ല അല്ലേ. സോ യു ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ഇറ്റ് ആസ് -dBA/dt അല്ലേ. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ യു ആർ ഗിവൺ എ ഫിക്സഡ് ഏരിയ അല്ലേ. ഫിക്സഡ് ഏരിയ ആണെങ്കിൽ അല്ലേ, വലുതാവണ കേസൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, കോയിൽ വലുതാവണോ അല്ലേ. ഒന്നാമത് MRI മെഷീനൊന്നും വലുതാവാൻ ചെറുതൊന്നും ആവില്ല. സോ ദ ഏരിയ ഇസ് കോൺസ്റ്റൻറ്റ്. സോ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് -AdB/dt. ക്ലിയർ ആവുണ്ടോ? ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താ, സർക്കംഫറൻസ് ഒന്നുണ്ടല്ലേ. അപ്പോൾ 2 pi r എത്ര തന്നിട്ടുണ്ട്? 0.8 മീറ്റർ അല്ലേ. താഴെ കൊണ്ടുവരട്ടെ കേട്ടോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആറിൻ്റെ വാല്യൂ എന്തെന്ന് എഴുതാം? 0.8 ഡിവൈഡഡ് ബൈ 2 pi. പോയിൻ്റ് വന്നില്ലേ, ഈ പോയിൻ്റ് റൈറ്റ്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 0.4 അല്ലേ. എന്തുകൊണ്ടാണ് 2 കൊണ്ട് വെട്ടി കളഞ്ഞൂടെ? സോ ഇറ്റ് ബിക്കംസ് 0.4 ഡിവൈഡഡ് ബൈ പൈ മീറ്റർ. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. നോ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്താ വരിക? ഏരിയ നമുക്ക് ഇവിടെ കിട്ടേണ്ടത് ഏരിയ എന്താ? πr² അല്ലേ. അപ്പോൾ πr² കണ്ട അപ്പോൾ സുഖമായിട്ട് കട്ട് ചെയ്ത് കളയണം, മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക്. ഇങ്ങനെയൊക്കെയാണ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാണ്ട് ആദ്യം പോയിട്ട് പൈൻ്റെ വാല്യൂ ഒന്നും കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ. π × r² വരുമ്പോൾ എത്രയാണ്? 0.4 റൈറ്റ് ഡിവൈഡഡ് ബൈ π². അപ്പോൾ ഒരു പൈ കട്ട് ചെയ്ത് പോവും. സോ യു വിൽ ഗെറ്റ് 0.4ൻ്റെ എത്രയാണ്? 0.16 പൈ ഡിവൈഡഡ് ബൈ പൈ എന്ന് കിട്ടും. റൈറ്റ്, ദാറ്റ് മച്ച് മീറ്റർ സ്ക്വയർഡ് ഏരിയ. നൗ യു ആർ ആസ്ക്ഡ് വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് അല്ലേ. മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് മോഡുലസ് ആണ്. അപ്പോൾ മൈനസ് വാല്യൂ എടുക്കേണ്ടി വരില്ല. റൈറ്റ്. ഏരിയ എന്ന് പറഞ്ഞാൽ 0.16 ഡിവൈഡഡ് ബൈ പൈ റൈറ്റ് ആൻഡ് dB/dt അല്ലേ. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സ് ഫോർ സെക്കൻഡ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓർമ്മ ഉണ്ടാകും ഇത്രയും തന്നിട്ടുള്ളത്. ഇറ്റ് ചേഞ്ചിങ് ബൈ ഹൗ മച്ച് ടെസ്ല? 2 Tesla വിത്ത് ഹൗ മച്ച് സെക്കൻഡ്സ്? വിത്തിൻ 2 seconds അല്ലേ. ഇനി കാൽക്കുലേഷൻസ് ആണ് കേട്ടോ. യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് അറൗണ്ട് 10.18 × 10⁻³ വോൾട്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 3.14 എന്ന് വെച്ചിട്ട് ചെയ്യാം. ഇതൊക്കെ ഓപ്ഷൻസ് ആണ്, ട്രിക്ക് പറഞ്ഞിരുന്ന. ഓക്കെ, ഇതൊരു 3.14ന് 3 എന്ന് എഴുതിയാൽ മതി, അല്ലെങ്കിൽ 3.2 എന്ന് എഴുതാം. അപ്പോൾ 16ൻ്റെ ഡബിളാണത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ആൻസർ വരുമ്പോൾ എത്രയാണ്? 1ൻ്റെ അടുത്ത് തന്നെ വരും. ക്ലിയർ? ഞാൻ വെറുതെ വെർബലി പറഞ്ഞു പോകാൻ പോകണം കേട്ടോ. 40th ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. അതിന് 30 ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നാലും ഞാൻ പറഞ്ഞു പോകാണ്. ഫസ്റ്റ് 40th ചെയ്യാൻ സിമ്പിളാണ് കേട്ടോ. നമ്മളോട് പറയുന്നത് തിൻ സെമി സർക്കുലർ കണ്ടക്ടിങ് റിംഗ് ഉണ്ട് PQR ഓഫ് റേഡിയസ് R is falling in with its plane vertical in a horizontal field, right, as shown. Now potential difference across the ring when it is falling with a speed with V, right. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് മൊത്തം റിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട. എന്തേ, എനിക്ക് അക്രോസ് റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, ഇമോഷണൽ EMF ആണ് ഇവിടെ ഉണ്ടാകാൻ പോകണം അല്ലേ. അപ്പോൾ മോഷണൽ EMF എന്ന് പറയുന്നത് EMF അക്രോസ് PQR എന്തായിരിക്കും? അക്രോസ് PR സെയിം ആയിരിക്കും. ഇത് മൊത്തം എടുക്കണ്ട, ഇതിനൊരു ചെറിയൊരു കണ്ടക്ടറായിട്ട് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. അങ്ങനെയാണെങ്കിൽ മോഷണൽ EMF ഫോർ എൻ കണ്ടക്ടർ, ഇപ്പോൾ ഇവിടെ എത്രയാണ് നമുക്കെങ്ങനെ ഓർമ്മ ഉണ്ട്? E = BVL അല്ലേ. ഫോഴ്സ് അല്ലേ മോഷണൽ EMF എന്ന് പറയുന്നത്. ഇറ്റ്സ് ആക്ച്വലി ഈ ഫോഴ്സ് ഇറ്റ്സ് റൈറ്റ്. സോ ഈ BVL എനിക്ക് എന്താ എഴുതാം? BVL എത്രയാണ്? P-യും R-നും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഡബിൾ ദ റേഡിയസ് അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? 2RBV റൈറ്റ്. അപ്പോൾ ഇതാണ് റൈറ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. സിമ്പിളല്ലടോ. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈ റിങ്ങിൻ്റെ അക്രോസ് വന്നത് എന്താ? 2RBV ആണ് അല്ലേ. ആൻഡ് ആറിൻ്റെ അവിടെയാണ് ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവുക. ക്ലിയർ? റൈറ്റ്. അത് ഓപ്ഷൻ നോക്കിയാൽ മതി നിങ്ങൾക്ക്. ക്ലിയർ ആണല്ലോ ഇങ്ങനെ. ഇനി നെക്സ്റ്റ്, അയ്യോ നമ്മൾ കുറേ വര വന്നു പോയല്ലോ. ഇനി നമുക്ക്
ഏതാ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? 42ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? കാണാൻ മാതിരി തന്നെ അല്ലേ? ഒരു എയർക്രാഫ്റ്റ് വന്നിട്ടുണ്ട്. ആൻ എയർക്രാഫ്റ്റ് വിത്ത് വിങ് പ്ലെയിൻ ഓഫ് 40 meter ഫ്ലൈസ് വിത്ത് എ സ്പീഡ് ഓഫ് 1080 km/h in east direction, right, at a constant altitude in the northern hemisphere, where the vertical component of Earth's magnetic field is 1.75 into 10 to power value 10 to power minus 5 ആണ് കേട്ടോ ടെസ്ല. Then the EMF developed between the tips of the wings. അപ്പം ഞാനൊരു വിമാനം വരയ്ക്കാനുള്ള ശ്രമം നടത്താണ്. നല്ല ഭംഗിയൊന്നും ഉണ്ടാവില്ല. അയ്യോ, ഇത് ഇത്തിരി വലുതായി പോയോ? റിമൂവ് ചെയ്യട്ടോ. ഓക്കെ, വിമാനം വരയ്ക്കുമ്പോൾ ഇച്ചിരി തിന്നായിട്ട് വരയ്ക്കാം, ശരിയാവില്ല അല്ലെങ്കിൽ. ഓക്കെ, വയ്യ അല്ലേ? അപ്പോൾ ഈ വിമാനം വി വെലോസിറ്റിയിൽ പോവാണ് കേട്ടോ എന്ന് വിചാരിക്കും. വെർട്ടിക്കൽ കമ്പോണൻ്റ് അല്ലേ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ് ഈ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കും, ബി വി, റൈറ്റ്. ഇനി ലെങ്ത്ത്, ഈ വിങ്സിൻ്റെ ലെങ്ത്ത് സപ്പോസ് ഇത് എല്ലാന്ന് വിചാരിക്കും. ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇ എം എഫ് എന്തായിരിക്കും? ഈ എൽ ലെങ്ത്തിൻ്റെ ഒരു കണ്ടക്ടർ മാതിരിയാണല്ലേ ഇത്. അപ്പോൾ മോഷണൽ ഇ എം എഫ് അല്ലേ? വി വെലോസിറ്റിയിൽ നീങ്ങുന്ന ഒരു കണ്ടക്ടർ, എൽ കണ്ടല്ലേ, വി വെലോസിറ്റിയിൽ നീങ്ങുന്നൊരു എൽ നീളത്തിലുള്ള ഒരു കണ്ടക്ടർ മാതിരിയാണിത് അല്ലേ? അപ്പോൾ ഇ എം എഫ് എന്തായിരിക്കും? ബി, റൈറ്റ്, എൽ വി. ഇവിടെ ബി എന്തായിരിക്കും? വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. അപ്പോൾ ബി വി എൽ വി എന്ന് എഴുതും. ഈ ബി വിൻ്റെ വാല്യൂ എത്ര തന്നിട്ടുള്ളത്? 1.75. എൽ എത്ര തന്നിട്ടുള്ളത്? 40 meter അല്ലേ? വി എത്ര തന്നിട്ടുള്ളത്? 1080 km/h. അത് m/s ആക്കണമെങ്കിൽ 5 ഡിവൈഡ് ബൈ 18 കൊണ്ട്, അല്ലെങ്കിൽ 1080 ഇൻറ്റു 5/18 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ക്ലിയർ ആവുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് 300 m/s കിട്ടും. ക്ലിയർ? ഇത് ജസ്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇ എം എഫിൻ്റെ വാല്യൂ അറൗണ്ട് 0.21 വോൾട്ട് കിട്ടണം. ക്ലിയർ? റൈറ്റ്. ഇത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. വിമാനത്തിൻ്റെ ചോദ്യം തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. റൈറ്റ്. എന്താണ് പറഞ്ഞത്? വിമാനമല്ലേ? അല്ലല്ലേ, ആ വിമാനമാണല്ലോ. 43. റൈറ്റ്. An aeroplane is flying horizontally with velocity 360 km/h. The distance between the tips of the wing, again തന്നിട്ടുണ്ട് 50 meter. ബട്ട് ഇത് ഇതേമാതിരത്തെ ക്വസ്റ്റ്യൻ ആണോ? നിങ്ങൾ ചെയ്തോ? റൈറ്റ്. I will not do it guys. Do it by yourself. അതൊരു ഹോംവർക്ക് ആയിട്ടിരിക്കട്ടെ കേട്ടോ. ഞാൻ വെച്ചത് വേറെ ക്വസ്റ്റ്യൻ ആണ് കേട്ടെ. ഇനി 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താ പറയുന്നത്? എ വീൽ വിത്ത് 30 metallic spokes, each of 0.7 meter long, right, is rotated with the speed 120 revolutions per minute in a plane normal to the horizontal component of Earth's magnetic field HE at a place. If HE horizontal component value തന്നിട്ടുണ്ട്, അത് ശരിക്കും BH എന്ന് എഴുതിയാൽ മതി കേട്ടോ. 0.8 G at the place. What is the induced EMF between the axle and the rim of the wheel? Right. അപ്പോൾ നമുക്ക് 49th ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. റൈറ്റ്. 49th ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഒരു 1 meter long metallic rod is rotated with an angular frequency of 400 radians per second about an axis normal to the rod, passing through its one end. A constant and uniform magnetic field B, 0.5 Tesla, parallel to the axis, exists everywhere. EMF developed across the ends of the rod. ഒരു ഒമേഗ വെലോസിറ്റിയിൽ റൊട്ടേറ്റ് ചെയ്യണ ഒരു റോഡിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നതെങ്കിൽ അതുണ്ടാകാൻ പോകുന്ന ഇ എം എഫിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയേണ്ടതാണ് കേട്ടോ. ഇറ്റ് ഈസ് ഹാഫ് ബി omega L squared, where L is the length of the rod, B is the magnetic field where it is kept, omega is the velocity by which it is rotating. Right. അപ്പോൾ E is equal to half. നിങ്ങൾ എൻട്രൻസ് ബേസ്ഡ് ഇക്വേഷൻ ആയിട്ട് തന്നെ പഠിച്ചോളൂ, ഒരു തെറ്റൂല. റൈറ്റ്. നിങ്ങൾക്ക് അറിയേണ്ടതാണ്, ഇത് പഠിപ്പിച്ചിട്ടുണ്ടാവും തിയറിയിൽ. റൈറ്റ്. സോ ബി ഇ എം എഫിൽ നമുക്ക് എന്താ ഹാഫ് എഴുതാം. റൈറ്റ്. ബീൻ്റെ വാല്യൂ എത്രയാണ്? റൈറ്റ്. ഹൗ മച്ച് ഇസ് ദ ബി വാല്യൂ? 0.5. റൈറ്റ്. ഒമേഗ എത്രയാണ്? 400. വെലോസിറ്റി തന്നിട്ടില്ലേ? റൈറ്റ്. റേഡിയൻസ് പെർ സെക്കൻഡിൽ. പിന്നെ എൽ സ്ക്വയർഡ് എടുക്കുമ്പോൾ എന്താ? 1 meter squared. റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇ എം എഫ് 100 വോൾട്ട് എന്ന് പറഞ്ഞ് കിട്ടും. ക്ലിയർ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ചിലപ്പോൾ സമയത്ത് നമ്മൾ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിലപ്പോൾ ഡെറിവേഷനുമായിട്ടാണ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. ക്ലിയർ? ഇനി നമുക്ക് 50th ക്വസ്റ്റ്യൻ, അത് ഇത്തിരി നീളമുള്ളതാണ്, വായിക്കാനുള്ളത്, പക്ഷേ സ്റ്റെപ്സ് വളരെ ചെറുതാട്ടോ. എന്ന് പറഞ്ഞിട്ടുള്ളത് എ മെറ്റാലിക് റോഡ് ഓഫ് ലെങ്ത്
R is rotated with angular frequency omega with one end hinge. അതായത് ഒരു അറ്റത്ത് പിടിച്ചിട്ട് ഒരു റോഡ് തിരിക്കുകയാണ് ആ ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ. And the other end at the circumference of a circular metallic ring R. About an axis passing through the center and perpendicular to the plane of the ring, there is a magnetic field B. Right, perpendicular to the plane of rather than cross. അപ്പോൾ എന്താ ഇൻറ്റു ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡുണ്ട്. EMF induced between the center and the metallic ring is. ഇത് സിമ്പിളാണ് കേട്ടോ, അത് നിങ്ങളായിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരുന്നാൽ മതി. അതായത് സെൻറ്റർ ആൻഡ് മെറ്റാലിക് റിങ്, അതായത് സെൻറ്റർ ഓവും മെറ്റാലിക് റിങ്ങിൻ്റെ അറ്റവും തമ്മിൽ. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താണ്ടൊക്കെ നിങ്ങൾക്കൊരു ഡെറിവേഷൻ മതിയാണ് കേട്ടോ. ഇപ്പോൾ ഞാനൊരു റോഡിനെ കൺസിഡർ ചെയ്തില്ലേ ഇങ്ങനെ അല്ലേ, ആ റോഡിൻ്റെ ഓരോ പോയിൻറ്റിൻ്റെയും ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അല്ലേ, ആ ഓരോ പോയിൻ്റ് എന്താ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകണതെന്നാണ് അതിൻ്റെ അർത്ഥം. റൈറ്റ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ലൈൻ ടു റൈറ്റ്. അപ്പോൾ ഓരോ പോയിൻറ്റും എന്താണ്, ഓരോ പോയിൻ്റ് ഓൺ ദ റോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ എല്ലാ എലമെൻ്ററി സ്മോൾ എലമെൻറ്റ്സ് ഇല്ലേ ഈ റോഡിൻ്റെ ഒരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻഡ്യൂസ് ചെയ്യും അല്ലേ. ആ നെറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്പോൾ റോഡിൻ്റെ എന്തായിരിക്കും, ഇൻ്റഗ്രേഷൻ ആയിരിക്കും. ഓരോ പോയിൻറ്റിൻ്റെയും ഇത് ഒരു ചെറിയ ലെങ്ത്ത് ഡി എൽ എടുക്കുകയാണെങ്കിൽ അതൊരു ചെറിയ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാക്കും, വി ആണെന്ന് വിചാരിക്കാം. അങ്ങനെ എല്ലാതും ഒരു ഈ എൻഡ് 0 തൊട്ട് ഈ എല്ല് വരെ ലെങ്ത്ത് വരെയുള്ള എല്ലാ പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സം ചെയ്താലാണ് മൊത്തം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എനിക്കറിയാം അല്ലേ. അപ്പോൾ മോഷണൽ EMF ഒരു കണ്ടക്ടർ പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ആണെങ്കിൽ നമ്മളെന്താ അടിച്ചിട്ടുള്ളത്, E ഈസ് ഈക്വൽ ടു BVL അല്ലേ. അപ്പോൾ ഒരു സ്മോൾ എലമെൻറ്റിലാണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, D ഈസ് ഈക്വൽ ടു BVBL എന്ന് എഴുതണം അല്ലേ. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് V ഈസ് ഈക്വൽ ടു എന്തെന്നാണ്, R ഒമേഗ അല്ലേ. വട്ടത്തിൽ കറക്കുമ്പോൾ എന്താ മൊത്തം ലെങ്ത്തിൻ്റെ റോഡല്ലേ കറങ്ങുന്നത്. അപ്പോൾ V ഈസ് ഈക്വൽ ടു എന്ത് എഴുതണം, L ഒമേഗ അല്ലേ. അപ്പോൾ BL ഒമേഗ GL എന്ന് വരും അല്ലേ. ഇത് ചെറിയ EMF അല്ലേ, മൊത്തം EMF അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഇൻ്റഗ്രേറ്റ് ചെയ്യണം 0 തൊട്ട് L വരെ BL ഒമേഗ DL അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ്. അപ്പോൾ എന്താ പറയുക, B കോൺസ്റ്റൻ്റ് ആണ്, ഒമേഗ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ B ഒമേഗ ഇൻ്റഗ്രൽ 0 ടു L ബൈ റൈറ്റ് 0 ടു L പിന്നെന്താ LDL or is equal to B omega L squared by 2. ശരിക്കും നിങ്ങൾക്ക് കണ്ട ഈ ഫോർമുല നമ്മൾ ഇപ്പോൾ ജനറേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാവുണ്ടോ. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ L ലെങ്ത്തിലാണോ റോഡ് പറയണത്, നോക്കട്ടെ. 6 ആയിരിക്കും ചിലപ്പോൾ ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ അവിടെ 6 എന്ന് എഴുതിയാൽ മതി അല്ലേ. ഇവിടെ നോക്കിയേ 6 ആണ് ലെങ്ത്ത്. അപ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ റീപ്ലേസ് B ഒമേഗ R സ്ക്വയർഡ് ബൈ 2 എന്ന് എഴുതിയാൽ മതി. കണ്ടോ, എളുപ്പമല്ലേ.